നമസ്കാരം കൂട്ടുകാരെ, ഞാൻ പീറ്റർ ചോളു. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അതായത് 29/7/2025 ചൊവ്വാഴ്ച രാവിലെ റബ്ബർ വില നോക്കുമ്പോൾ റബ്ബർ വില കുറയുന്നു. ഇനി കോട്ടയം ബോർഡ് വില RSS 4 കിലോ 212, RSS 5 കിലോ 208, ISNL 20 190, ലാറ്റക്സ് 145 രൂപ 80 പൈസയുമാണ്. ഇതാണ് കോട്ടയം ബോർഡ് വില. ഇനി കൊച്ചി വില നോക്കുമ്പോൾ RSS 4 212, RSS 5 208. ഇതാണ് കൊച്ചി വില. ഇനി കേരളത്തിലെ മറ്റിനം ഗ്രേഡിനം ഷീറ്റ് നോക്കുമ്പോൾ ലൂസ് കിലോ 201, ലോട്ട് കിലോ 182 മുതൽ 187. ഒട്ടുപാൽ നോക്കുമ്പോൾ 80% DRC ഉള്ള ഒട്ടുപാൽ കിലോ 143, 60% DRC ഉള്ള ഒട്ടുപാൽ 107 രൂപ 25 പൈസയുമാണ്. ഇനി കേരളത്തിലെ വ്യാപാരി വില നോക്കുമ്പോൾ വ്യാപാരി വില കോട്ടയം RSS 4 കിലോ 204, RSS 5 കിലോ 200, ISNL 20 178 രൂപ മുതൽ 178 രൂപ 50 പൈസയാണ്. ഒട്ടുപാൽ നോക്കുമ്പോൾ 70% DRC ഉള്ള ഒട്ടുപാൽ കിലോ 124 മുതൽ 135 രൂപയാണ്. ഇന്നത്തെ റബ്ബർ വിലയിൽ RSS 4ഉം 5ഉം 1 രൂപയാണ് കുറഞ്ഞിരിക്കുന്നത്. ISNL 20ക്ക് 2 രൂപയാണ് കുറഞ്ഞിരിക്കുന്നത്. ഒട്ടുപാലിൽ 1 കിലോയുടെ പുറത്ത് 3 രൂപയാണ് കുറഞ്ഞിരിക്കുന്നത്. ഇതാണ് രാവിലത്തെ റബ്ബർ വില. ഇപ്പോൾ അനുകൂലമായ കാലാവസ്ഥയായതിനാൽ മിക്ക ആൾക്കാരും ടാപ്പിങ്ങിന് വളരെ ആകാംക്ഷയോടെ ഇറങ്ങിയിരിക്കുകയാണ്. ഓണത്തിനെങ്കിലും 250 പ്രതീക്ഷയിൽ കിട്ടുമെന്നുള്ള വിചാരത്തിലാണ് എല്ലാവരും സന്തോഷത്തോടെ ടാപ്പിംഗ് വീണ്ടും പുനരാരംഭിച്ചിരിക്കുന്നത്. കനത്ത മഴയിലും കനത്ത കാറ്റിലുമായിരുന്നു ഇതുവരെ മിക്ക ആൾക്കാരും ടാപ്പിംഗ് സ്റ്റോപ്പ് ചെയ്തിരുന്നു. ഈ കേരളത്തിലെ മറ്റ് വില നോക്കുമ്പോൾ തേങ്ങ ചകിരിയില്ലാത്ത മുട്ടത്തേങ്ങ കിലോ 100, വെളിച്ചെണ്ണ ലിറ്ററിന് മില്ലിൽ 480, കോപ്ര എടുത്തുപടി 201, കച്ചോല 400, കൊക്കോ 300 മുതൽ 350, കശുവണ്ടി 130, അടയ്ക്ക പുതിയത് 350 മുതൽ പഴയത് 360, കാഞ്ഞിരക്കുരു 1850, കയറ് ഇഴക്കയർ 10, കരിപ്പോട്ടിക്കയർ 10 മുതൽ 15, ജാതിക്ക 90 കൂടി 250, ഗ്രാമ്പു 790, നാടൻ 900. കുരുമുളക് വില നോക്കുമ്പോൾ കുരുമുളക് പുതിയത് കിലോ 655, കുരുമുളക് ഗാർബിൾഡ് കിലോ 685, കുരുമുളക് അൺഗാർബിൾഡ് കിലോ 665 ആണ്. ചുക്ക് ബെസ്റ്റ് 250, മഞ്ഞൾ സേലം 155, കുരുമുളക് വയനാടൻ 660, ചേട്ടൻ 650. ഇനി ഹൈഡ്രജൻ ട്രെയിൻ കുതിച്ച് പായാൻ രാജ്യത്തെ ആദ്യ ഹൈഡ്രജൻ ഇന്ധന ട്രെയിൻ എഞ്ചിൻ പരീക്ഷണയോട്ടം വിജയം ചെന്നൈയിൽ നടന്നു. ഈ ഹൈഡ്രജൻ ട്രെയിൻ ഹൈഡ്രജൻ ഇന്ധന സെല്ലുകളിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി ഉപയോഗിച്ചാണ് ട്രെയിൻ പ്രവർത്തിക്കുന്നത്. പ്രത്യേക ടാങ്കിൽ സംഭരിച്ച് ഹൈഡ്രജൻ വാതകം ഇന്ധന സെല്ലിനുള്ളിലെ ഓക്സിജനുമായി പ്രതിപ്രവർത്തിച്ച് ട്രെയിനിൻ്റെ മോട്ടോറുകൾ പ്രവർത്തിക്കാൻ ആവശ്യമായ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കും. അതാണ് ഇതിൻ്റെ ഉദ്ദേശം. ഇതോടുകൂടി ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. ഇത്രയും സമയം ക്ഷമയോടെ കേട്ടിരുന്ന വളരെയധികം നന്ദി.